ഇത് നമുക്കിന്ന് വർക്കിന് വന്നിട്ടുള്ള ഫോർഡ് എക്കോസ്പോർട്ട് ആണോ. ക്ലച്ച് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വർക്കാണ് ഇന്ന്. അപ്പോൾ ക്ലച്ചിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പവർ സ്റ്റോക്കിൻ്റെ പുതിയൊരു മെക്കാനിക്കൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് വരുന്നത്, അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റ്. മിക്കവാറും എല്ലാവർക്കും പറ്റുന്ന ഫോൾട്ടാണ് ഈ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് ഇങ്ങനെ വെച്ചാണ്ട് ഫിറ്റ് ചെയ്യും. അത് ഒട്ടുമിക്ക വണ്ടികളും ഈ ഒരു ഷേപ്പിലാണ്, ഈ ഒരു ഉൾഭാഗത്തേക്ക് ഈ ഒരു ഭാഗം ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് വരവ്. അപ്പോൾ അതെല്ലാവരും അത് കണക്ക് ഫിറ്റ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിംഗർ പ്രസ് ആവില്ല, അതുപോലെ തന്നെ ക്ലച്ച് ഡിസെൻഗേജ് ആവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കേസാണ്. വർക്കാതെ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക. അത് ഇത് കണ്ടോ, ഇതും എഴുതിയിട്ടുണ്ട് കേട്ടോ, ഗിയർ ബോക്സ് സൈഡിൽ നിന്ന്. അപ്പോൾ ഗിയർ ബോക്സ് സൈഡ് എന്ന് പറയുമ്പോൾ കണ്ടോ, ചെക്ക് ചെയ്താണ്. ഗിയർ ബോക്സ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഈ ലെവലിലേക്ക് വരും. അപ്പോൾ ഗിയർ ബോക്സ് സൈഡ് വരുമ്പോൾ ഇവിടെ ഗിയർ ബോക്സ് ഫിറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരിക. അപ്പോൾ ഈ ഒരു ഭാഗം അതിനകത്ത് ഫിറ്റ് ചെയ്യുക. പിന്നെ അതുമല്ല, നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ഈ ഫിംഗർ അമരാത്ത പ്രശ്നം വരുമ്പോൾ അറിയാൻ കഴിയുള്ളൂ. ഇത് മറന്നിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. അതുപോലെ തന്നെ ഫ്ലൈ വീലിനകത്ത് ഇതുപോലെ ഒരു ഗ്രൗണ്ട് ഉള്ളിലേക്ക് കേട്ടോ, ഫ്ലൈ വീലിനകത്ത് സെറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് മറക്കാൻ ഫിറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ക്ലച്ച് ഡിസ്കിൻ്റെ ബോൾട്ട് വരുന്നത്, 10ൻ്റെ ബോൾട്ട്. അത് 6 പീസാണ് വരുന്നത് കേട്ടോ. 6 ബോൾട്ട് ഇതാണ് ഈ എളുപ്പത്തിൽ വരുന്ന ബോൾട്ട് വരിക. അതുപോലെ തന്നെ ഞാൻ ക്ലച്ച് ഡിസ്ക് സെൻറ്റർ ചെയ്യണ ഒരു ഓപ്ഷനും കൂടെ ജസ്റ്റ് പറഞ്ഞു കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ടീ ഇട്ട് കണ്ട് ഈ ഒരു ഭാഗത്തേക്ക് മോൾ ഭാഗത്തേക്ക്, അതുപോലെ അടിഭാഗത്തേക്ക്, സൈഡിലേക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും അപ്പോൾ ഷെയ്ക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ഡിസ്ക് ഏകദേശം സെൻട്രലായിട്ട് വരും. അതെങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഗ്രൂ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിരിക്കും കേട്ടോ. ഈ ഗ്രൂ ഇവിടെ തട്ടും ചെയ്യും. ഇത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് മുകൾക്കും അടിക്കും ഇങ്ങനെ ആക്കുക. എന്തോ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഏകദേശം സെൻറ്റർ വരും. പിന്നുള്ളത് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ലൈറ്റ് അടിച്ചാണ്ട് ഇത് കണ്ടോ, ടയറിൻ്റെ സൈഡിൽ കൂടെ എല്ലാം തന്നെ ഇതാണോ, ക്യാമറ സ്ട്രേറ്റ് ആക്കി പിടിച്ചിട്ടുണ്ടോ. ഇപ്പോൾ സ്ട്രേറ്റ് ആക്കാറ് അത് ആ ഉള്ളിൽ വരുന്ന റൗണ്ടും ആ ടീത്തും കൂടെ, ആ ടീത്തുള്ളിൽ വരുന്നുണ്ടല്ലോ, ആ രണ്ടും കൂടെ സ്ട്രേറ്റ് ആണെന്ന് നോക്കുക. പിന്നെ അതുപോലെ ഈ മുകളിൽ ലാസ്റ്റ് വരുന്ന ഫിംഗറോളും വേറെ കുറേ റൗണ്ട് ശരിയാണെന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലച്ചിൻ്റെ ഭാഗം പക്കായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറേ ചെക്ക് ചെയ്ത് കണ്ട് നമുക്ക് റിസൾട്ട് ഇട്ട് കാര്യമാണ് അങ്ങനെ കേട്ടോ. പിന്നെ ഇത് ലിഫ്റ്റുമെല്ലാം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വണ്ടി ഇറക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടയറിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. ഈ ലിഫ്റ്റ് മിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി എത്രത്തോളം നമ്മൾ ഇറക്കിയിട്ട് ഒരു ഏകദേശം ഹെഡിൻ്റെ കറക്റ്റ് ലെവലിലേക്ക് എത്തിയിട്ട് ഈ ഒരു ക്ലച്ച് ഡിസ്കിൻ്റെ ഭാഗം നിർത്തിയിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്കായിട്ട് കയറുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെൻറ്റർ ചെയ്യണ ഒരു ഓപ്ഷനോ കാര്യങ്ങളോ അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പഴയ റിലീസ് ബാർ കേട്ടോ, ഇത് പുതിയത്. അപ്പോൾ ആ റിലീസ് ബാർ കംപ്ലൈൻറ്റ് നോക്കി എങ്ങനെ വെച്ചാൽ ഒന്നെങ്കിൽ ഇത് ലീക്കാവും, ലീക്കാവുന്ന ടൈമിൽ ക്ലച്ച് കാര്യങ്ങൾ കിട്ടില്ല. അങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ ക്ലച്ച് ഡിസ്ക് ഗിയർ ബോക്സ് ഇറക്കിയാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു മുതലിന് എന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്തിന് സൗണ്ട് ഉണ്ടോ, ഇതിന് റൊട്ടേറ്റീവ് സൗണ്ട് വരും. ഈ സാധനം ക്ലച്ച് ഡിസ്ക് മാറ്റുന്ന ടൈമിൽ മാറ്റി കൊടുക്കണമെന്നല്ല. അല്ലാന്നുണ്ടെങ്കിൽ ക്ലച്ച് ഡിസ്ക് അടുത്ത ക്ലച്ച് ഡിസ്ക് മാറ്റിയിട്ട് പാതി ആകുമ്പോഴേക്കിന് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആവുകയും ചെയ്യും. നമുക്ക് പിന്നീട് ക്ലച്ച് ഡിസ്ക് ഗിയർ ബോക്സ് ഇറക്കേണ്ട ഒരു കേസും കാര്യങ്ങൾ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് പുതിയത് വരുന്നത്. അപ്പോൾ 3 ബോൾട്ട് വരുന്നത്, ഇത് ബ്ലേഡിങ്ങിൻ്റെ ഓപ്ഷന്, ഇത് പൈപ്പ് കണ്ടിട്ടുണ്ട്. അങ്ങനെയായിട്ട് ഇതിൻ്റെ ഫിറ്റിംഗ് വരുന്നത് 3 ബോൾട്ട്, ചെറിയ 8ൻ്റെ ബോൾട്ട് വരും കേട്ടോ. കേട്ടോ പിന്നെ ഈ ലെഗ് രണ്ടും ഈ 2 ഹോൾക്കിടും. പിന്നെ ഇതിനകത്ത് പക്കായിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് പക്കായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കയറ്റി വരിക. പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഫുൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോൾട്ട് ഇട്ടതിന് ശേഷം ഇതിൽ സ്ക്രൂ ലെവറോ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ ഇതിൽ എല്ലാ വീഡിയോയിലും പറഞ്ഞുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ ഇനി ഗിയർ ബോക്സ് കയറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ബോൾട്ടും കാര്യങ്ങളും ഫുള്ളായിട്ട് എനിക്ക് പറഞ്ഞു തരാമെന്നുള്ള കേട്ടോ. ഗിയർ ബോക്സ് ഇതിങ്ങനെ കയറ്റി വെക്കുമ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ ടച്ച് ചെയ്യാതെ തടയാതെ നോക്കിയാൽ മതി. ഇതാണ് അടിഭാഗം വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഫസ്റ്റ് ടൈം ഒന്നെങ്കിൽ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം തള്ളി കയറ്റുക, അല്ലാതെ തിരിച്ച് കയറ്റിയതിന് ശേഷം പിന്നെ സ്റ്റഡി ആക്കി വെക്കുക എന്നുള്ള കേട്ടോ. കണ്ട ഗിയർ ബോക്സിൻ്റെ ഭാഗം ഫുള്ള് സെറ്റ് ചെയ്തിട്ടോ. ഗിയർ ബോക്സ് കയറ്റി വെച്ചു, ബോൾട്ട് റൗണ്ട് ബോൾട്ട് അടുപ്പിച്ച് വെച്ചു എന്നുള്ള കേട്ടോ. പിന്നെ അതുപോലെ ഈ കാണുന്ന ഫൗണ്ടേഷൻ്റെ 2 ബോൾട്ട് ഇട്ട് കേട്ടോ. ബോൾട്ട് ഇട്ടെന്ന് പറയാൻ ഇത് ഞെട്ടാണ്, പക്ഷേ അയക്കുമ്പോൾ ചില ടൈമിൽ ബോൾട്ട് മൊത്തമായിട്ട് ഊരിപ്പോരും. അപ്പോൾ അതങ്ങനെയാണ് അയഞ്ഞിട്ടിട്ടുള്ളത്. പിന്നെ ഈ ഒരു പീസ് പറഞ്ഞാൽ ജസ്റ്റ് ഈ ലിഫ്റ്റ് വെച്ചാൽ സപ്പോർട്ട് വെച്ചാൽ കേട്ടോ. ഇതിനെന്ന് വെച്ചാൽ സ്റ്റഡി പിന്നെ ചെറുതാണ് വരിക. അപ്പോൾ ഇതിൽ സെൻറ്റർ ഷാഫ്റ്റ് കയറി കഴിഞ്ഞാലും ഇത് ചാടുള്ള പ്രവണതയുണ്ട്. നല്ല പൊക്കി പിടിക്കണം കേട്ടോ, നല്ല ടാസ്ക്കാണ്. അതായത് മറ്റേ സെൻറ്റർ കയറി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇത് ആ ഒരു കാര്യത്തിൽ വെച്ച് നോക്കുകയാണെന്നതിൻ്റെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഇത് വെറുതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഉസാറാവും. രണ്ടാമതായിട്ട് ഇത് പുള്ളി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ബോൾട്ടും കാര്യങ്ങളും സെറ്റ് ആയിട്ട് ഇടാന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ആക്ച്വലി കാര്യങ്ങൾ ബോൾട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓരോന്നായിട്ട്. പിന്നെ ഇതിൽ ഓയിൽ ഒഴിക്കുന്ന ബോൾട്ടും ചോർത്തണം, ഇതിൽ കൂടി ചോർത്താൽ പിന്നെന്നുണ്ടെങ്കിൽ ആ സൈഡിലെ ആക്സിലിൻ്റെ ഭാഗത്ത് കൂടി ആ ബോൾട്ടിൽ കൂടി ചോർത്താന്നുള്ള കേട്ടോ. നിങ്ങളിത് പറഞ്ഞാൽ അതിൻ്റെ ബോൾട്ടുകൾ ഫുള്ള് 13 ആ ലെവലിലുള്ള ബോൾട്ടാണ് കേട്ടോ. അതാണ് സൈസ് വരുന്നത്. ഇവിടെ ഒന്ന് വരുന്നുണ്ട്, ഇന്നതര അടിയിൽ ഇന്നുണ്ടോ. ഇത് മൊത്തം 4 ബോൾട്ടാണ് അടിയിൽ വരുന്നത്. അതിലൊന്ന് പറഞ്ഞാൽ സെൽഫ് അയച്ചതിന് ശേഷം നോക്കിയാലേ കിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ബോൾട്ട്. പിന്നെ
മുകളിൽ 2 ബോൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്ലാമ്പ് ഈ ഒരു ഫൗണ്ടേഷൻ 1 2 3 4 ബോൾട്ടാണ് വരുന്നത്. 2 വലിയ ബോൾട്ടും 2 ചെറിയ ബോൾട്ടും കേട്ടോ. വലിയ ബോൾട്ട് ഫൗണ്ടേഷൻ കൊടുത്തതിന് ശേഷം ഈ ലെഗും കാര്യങ്ങളും എടുത്തിട്ട് ഈ ഒരു പീസ് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത സെൽഫ് മോട്ടർ കേട്ടോ. സെൽഫ് മോട്ടറിൻ്റെ വരുമ്പോൾ 10ൻ്റെ ഒരു ബോൾട്ട് അടിയിൽ നിന്ന് ഇടുക, പിന്നെ 2 ബോൾട്ട് മുകളിൽ നിന്ന് വരും. 3 ബോൾട്ടാണ് മൊത്തം വരുന്നത്. അതുപോലെ ഈ കണക്ഷൻ്റെ ബോൾട്ട് 13 അതുപോലെ 10 കേട്ടോ. അത് നമുക്ക് വരുന്ന കണക്ഷൻ്റെ. പിന്നെ വേറെ ആക്സിഡി കാര്യങ്ങൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ സെറ്റ് ചെയ്യുക. ഇതിൽ ഗിയർ ബോക്സിൻ്റെ 3 എട്ടായിട്ട് വരുന്നത് ഈ ഫൗണ്ടേഷൻ്റെ. ഇത് കാണുന്ന 3 എണ്ണം. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് സെൽഫിൻ്റെ 2 10 ബോൾട്ട് വരുന്നുണ്ട് മുകളിൽ കൂടെ. സെൽഫിൻ്റെ എത്രത്തോളം കാണണ്ടറിയില്ല. ഒന്ന് ഈ കാണുന്നത് കേട്ടോ. ഒന്നിൻ്റെ ഒപ്പം ഓപ്പോസിറ്റ് വരുന്നത്. ഈ ക്ലാമ്പിൽ വരുന്ന 2 8ൻ്റെ ബോൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന് മുകളിൽ റൗണ്ട് ബോൾട്ടിൻ്റെ 2 ബോൾട്ട് ഉണ്ട്. അപ്പോൾ ഈ ക്ലാമ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് അതിന് ശേഷം 2 ബോൾട്ട് കയറ്റുക എന്നുള്ള കേട്ടോ. ഗിയർ കേബിൾ കൊടുക്കണം കേട്ടോ. ഗിയർ കേബിൾ എടുക്കുമ്പോൾ ചെറിയൊരു ഭാഗം ഈ ക്ലാമ്പിലേക്ക്, അത് വലിയ കേബിൾ അടിയിലത്തെ കേബിൾക്ക് അങ്ങനെ വരിക. പിന്നെ ഇത് അയക്കേണ്ട ഒരു കേസ് വരുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഭാഗം പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയച്ചിട്ട് എന്നുള്ള കേട്ടോ. ഈ ഒരു ഭാഗം അതുപോലെ അടിയിട്ട് സെയിം വരുന്നു. പിന്നുള്ളത് പറഞ്ഞാൽ ഇത് മാറാൻ ചാൻസ് ഇല്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ കണക്ഷൻ വരുന്നത് പറഞ്ഞാൽ നേരെ ഇതിലേക്ക് പിന്നെ ഓപ്പോസിറ്റ് 2 ചേഞ്ച് ഉണ്ടാവുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കുക എന്നുള്ള കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു എന്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നുള്ളത് പറഞ്ഞാൽ ഈ അടിയിൽ വരുന്ന ഈ കണക്ഷൻസൊക്കെ ഞാൻ ഊരിയത് കപ്ലറിൻ്റെ, അത് മാറ്റി വെച്ച് ഫിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ കേബിളൊക്കെ കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ വരുന്ന ആ ഒരു കവർ ഫസ്റ്റ് ടൈം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കേബിൾ കൊടുക്കുക. പിന്നീട് കവർ മുകളിൽ കവറിൻ്റെ ക്യാപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫൗണ്ടേഷൻമേക്ക് ഒരു ഡെർത്ത് വരുന്നുണ്ട്. ഫൗണ്ടേഷൻ്റെ ബോൾട്ടിമേക്ക് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ക്ലാമ്പും വരുന്നുണ്ട്. അപ്പോൾ ആ ക്ലാമ്പിനും ഇതിന് 13ൻ്റെ ഞെട്ടായിട്ട് വരുന്നത്. പിന്നുള്ളത് പറഞ്ഞാൽ നമ്മളെ ക്ലച്ചിൻ്റെ കേബിൾ ഇത് കണ്ടോ, ഇതിനകത്ത് കൊണ്ടുപോയി പ്രസ് ചെയ്താൽ മതി. അപ്പോൾ പുതിയതിന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു വൈറ്റ് ഒരു ഡമ്മി വരും. അപ്പോൾ അത് അയച്ചതിന് ശേഷം നേരെ ഇതിലേക്ക് അമർത്തിയാൽ മതി. അപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ ക്ലിയർ ആക്കാം. പിന്നെ ബ്ലീഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ സാധനം റൊട്ടേറ്റ് ചെയ്യുക. ഇതുണ്ടോ, ഇതെടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇതുണ്ടോ, ഈ ഒരു ഭാഗം റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെയാണ് ബ്ലീഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ബ്ലീഡ് ചെയ്യുന്ന ടൈമിൽ ഈ മുകളിൽ വരുന്ന ഈ ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ, അതാ ബ്ലാക്ക് ഊരിയെടുക്കുക എന്നുള്ള കേട്ടോ. അപ്പോൾ സിമ്പിളാണ് ബ്ലീഡ് ചെയ്യുന്ന കാര്യമൊക്കെ. അതുപോലെ ഇത് ഫിറ്റ് ചെയ്യണ മുമ്പായിട്ട് ഇത് പ്രസ് ചെയ്തതിന് ശേഷം എന്തോന്ന് ലൂസാക്കി ഇടുക. അതിന് ശേഷം ഇതിനകത്ത് കൂടെ ഓയിൽ ഏകദേശം ഫില്ലായി എന്നുണ്ടാൽ പമ്പ് ചെയ്താൽ മതി. ഫസ്റ്റ് ടൈമിനെ പമ്പ് ചെയ്യണ്ട. പിന്നെ പറഞ്ഞാൽ ഓയിൽ ഒഴിക്കുന്ന കേസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അടിയിൽ കൂടെയാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രേക്കറിൻ്റെ ഇതിൽ കൂടെ ഒഴിക്കാം. പക്ഷേ ഇതിൽ ബെറ്റർ താഴത്തൂടെ തന്നെ ആക്കാം കേട്ടോ. ബ്രേക്കറിന് ഇവിടെ റോൾ വരുന്നുണ്ട്. അതിൻ്റെ പൈപ്പ് ഇത് കണ്ടോ, ഈ കണക്കിന് പൈപ്പാണ്. പിന്നെ പറയാൻ വിട്ടുപോയത് എന്ന് പറയുമ്പോൾ ഈ ഏരിയ ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത്രയും ഭാഗം നമ്മൾ അയച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വിട്ടുപോയിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ. പിന്നെ ബാറ്ററി ക്ലാമ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ബ്ലീഡ് ചെയ്യുക. ബാക്കി അതിനനുസരിച്ച് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ECM നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടോ, ഈ ഒരു കണക്ഷൻ നമ്മൾ അയച്ചിട്ട് ഓപ്പോസിറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഗ്യാപ്പ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ ക്ലാമ്പ് വരുന്നത്. ക്ലാമ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിതും അയച്ചതിന് ശേഷം ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, ഇങ്ങനെ ഇതിൻ്റെ ഒരു ക്ലാമ്പ് വരിക. പിന്നെ ഓപ്പോസിറ്റ് ക്ലാമ്പ് ഇതുപോലെ ഇവിടെ വരും കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ്. റിലീസ് വയറിങ്ങൊക്കെയുള്ള കണക്ഷൻ, ഗിയർ ബോക്സുകളുള്ള ആ ഒരു കണക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ഓയിലിൻ്റെ ഇതുണ്ടോ. അത് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഈ ഒരു ഭാഗം ഞാൻ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് ലൂസാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ ഓയിൽ വരുന്നുണ്ടോ, ഇതുവരെ പമ്പ് ചെയ്തില്ല ഇതുവരെയായിട്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഓയിൽ ചാടും കേട്ടോ. ഇങ്ങനെ ചാടിയതിന് ശേഷം മാത്രം പമ്പ് ചെയ്യുക, അതാവും ബെറ്റർ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ റിലീസ് വയറിൻ്റെ ഉള്ളിൽ ഓയിലും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം പമ്പ് ചെയ്തിട്ട് ബ്ലീഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള കേസാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് പമ്പ് ചെയ്യുക, ആ ഒരു ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ള കേട്ടോ. അപ്പോൾ കേട്ടോ ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കണക്ഷൻ വരാൻ ഇങ്ങനെ കേട്ടോ. അതായത് ഒന്ന് ഈ കാണുന്ന ഈ ഒരു ബുഷ്, പിന്നെ അടി 2 ബുഷ് വരുന്നത്. അപ്പോൾ മുകൾക്ക് പുള്ളി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്നുള്ളതാണ്. അതുപോലെ ഈ റിങ് വെച്ചിട്ട് മുകൾക്ക് പുള്ളി ചെയ്യുക, ഈ കപ്ലർ അയക്കുക. അതാണ് എയർ ഫിൽറ്റർ അയക്കേണ്ട ഭാഗം കാര്യങ്ങളൊക്കെ. അപ്പോൾ വളരെ ഫിറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടോ. പിന്നെ വണ്ടി ഓടിച്ച് നോക്കി ക്ലച്ചും കാര്യങ്ങളൊക്കെ പക്കയാണ്. പിന്നെ ക്ലച്ച് ഡിസ്ക് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഐറ്റം. ക്ലച്ച് ഡിസ്കിൻ്റെ പഴയതിൻ്റെ ഈ റിബിറ്റ് ഉണ്ടോ, ഇത്രയും തേയ്മാനം വന്നിട്ടുണ്ട്. അതുപോലെ ഇത് നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം ഓവറായിട്ടില്ല, ഏകദേശം ആ സെയിം ടൈമിൽ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലച്ച് ഡിസ്കിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പവർ സ്റ്റോക്ക് ഒഫീഷ്യൽ എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരാമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.